ഈ വേനൽ ചൂടിൽ ബോഡി തണുപ്പിക്കാനും നല്ല മുടി വളർച്ചയ്ക്കും കണ്ണുകളുടെ ആരോഗ്യത്തിനും മുഖസൗന്ദര്യത്തിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ജ്യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. ആദ്യമേ കാണിക്കുന്നത് ഗ്രേപ്സ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അതിനായിട്ട് 2-3 പിടി ഗ്രേപ്സ് നന്നായി കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സീഡ്ലെസ് ഗ്രേപ്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പകുതി പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ വേണ്ടത് നാരങ്ങാ നീരാണ്. 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കും കൂടെ ചെയ്യാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസിൻ്റെ പകുതി മാത്രം ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വേണ്ടത് സോഡയാണ്. നല്ല തണുത്ത സോഡയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡ്രിങ്ക് റെഡിയായി. സോഡ ഒഴിവാക്കണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾക്ക് അടുത്ത ജ്യൂസ് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നാരങ്ങാ നീരാണ്. 1-2 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2-3 കുരുകളഞ്ഞ ഓറഞ്ചും കൂടി ഇട്ട് കൊടുക്കുക. ഓറഞ്ചിൻ്റെ സീഡ് വീണ് കഴിഞ്ഞാൽ കയ്പ്പ് വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ടതിന് ശേഷം കുറച്ച് സബ്ജ സീഡ്സ് കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തയ്യാറായി. ബോഡി നല്ലപോലെ കൂളാക്കാനൊക്കെ സബ്ജ സീഡ്സ് കുതിർത്തത് ഇതുപോലെ ജ്യൂസിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ജ്യൂസും തയ്യാറായി. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ നെല്ലിക്ക വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. 4 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് നുറുക്കിയെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില, കുറച്ച് പുതിനയില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് എന്ന് പറയുന്നതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ട് പനങ്കൽക്കണ്ടാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നെല്ലിക്കയും കറിവേപ്പിലയൊക്കെ മുടി വളരുന്നതിനും പിന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും വളരെ നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം ഇതുപോലത്തെ ജ്യൂസൊക്കെ കുടിക്കാൻ തുടങ്ങാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ഗ്ലാസ് ജ്യൂസ് ഉള്ളതേ ഉണ്ടായിരിക്കത്തുള്ളൂ. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നെല്ലിക്ക ജ്യൂസൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മളുടെ 3ാമത്തെ ജ്യൂസും തയ്യാറായി. ഇനി നമ്മൾക്ക് അടുത്ത ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുത്തത് പച്ചമാങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പഴുത്തതല്ല, അതേസമയം നല്ല പുളിയുണ്ട്. കുറച്ച് മഞ്ഞ കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പകുതി നാരങ്ങയുടെ നീര്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, കുറച്ച് പുതിനയില, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ അടിച്ചെടുക്കുക. കാരണം ഇത് നമ്മൾ അരിച്ചെടുക്കുന്നില്ല. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ടതിന് ശേഷം കുതിർത്ത് വെച്ച സബ്ജ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ജ്യൂസും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന ഈ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസും കൂടിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് കൂടെ തയ്യാറായി. ഇനി നമ്മൾക്ക് അടുത്ത ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ക്യാരറ്റും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വെള്ളമാണ്. നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇത് നല്ലപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ബീട്രൂട്ടും ക്യാരറ്റും ആയതുകൊണ്ട് തന്നെ മധുരം ഉണ്ടായിരിക്കും. മുഖസൗന്ദര്യത്തിനും ബ്ലഡ് കൂടുന്നതിനും കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ ഇങ്ങനത്തെ ഒരു ജ്യൂസ് ആഴ്ചയിൽ 1 ദിവസം കുടിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് കുറച്ച് സ്ട്രോബെറി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ നല്ല പോലെ അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് നല്ല കട്ട തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കരുത്, അപ്പോൾ അത് ഭയങ്കര ലൂസായി പോകും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത സ്ട്രോബെറി മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഡെസേർട്ട് തയ്യാറായി. സ്ട്രോബെറി യോഗേട്ടൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഹണി ചേർത്ത് കൊടുക്കാം. ഇനി ഹണി വേണ്ട എന്നുള്ളവരാണെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് സെർവ് ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഡെസേർട്ട് പെട്ടെന്ന് തയ്യാറായി.
അടുത്തതായിട്ട് കാണിക്കുന്നത് മക്കാന വെച്ച് നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മക്കാന ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചൂട് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മക്കാന എടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് തിളച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കുറച്ച് ബദാമും ഡേറ്റ്സുമാണ്. ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം വിട്ട് വെച്ച് കഴിഞ്ഞാൽ ബദാമിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി. ഇതിലേക്ക് കുരുകളഞ്ഞ 1 കപ്പ് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുതിരാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഇതിൻ്റെ ചൂടെല്ലാം നല്ല പോലെ ആറി വരും. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം നന്നായി കുതിർന്ന് കാണും. ഇനി ഇത് കുതിർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുക. കുറച്ച് ഫ്രൂട്ട്സും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂബെറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഡേറ്റ്സ് ഇട്ടതുകൊണ്ട് തന്നെ ഇനി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ടതിന് ശേഷം കുതിർത്ത് വെച്ച സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയ ജ്യൂസും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്ലൂബെറി ഡ്രിങ്ക് തയ്യാറായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഗ്രേപ്സ് നന്നായി കഴുകിയത് ഇട്ട് കൊടുക്കുക. 1-2 പിടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പകുതി പച്ചമുളക്, കുറച്ച് പുതിനയില, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പകുതി നാരങ്ങയുടെ നീര്, പിന്നെ തണുത്ത വെള്ളം ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കും കൂടെ ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് സോഡയാണ്. സോഡ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പകുതി സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറായി. അടുത്തതായിട്ട് ക്യുക്കുംബർ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ക്യുക്കുംബർ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി വേണ്ടത് കട്ടത്തൈരാണ്. 2 ക്യുക്കുംബർ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് തൈര് എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് 2 മെത്തേഡിൽ നമുക്ക് എടുക്കാം. ഒന്ന് ഡയറക്റ്റായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഞവര അരിയുടെ ചോറിടുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കഞ്ഞി പോലെ വേണമെങ്കിലും ഇത് കുടിക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞവര അരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അരിയാണ്. പൈൽസിനൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾക്ക് ലാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ബ്ലാക്ക്ബെറി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിന് പകരം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഗ്രീക്ക് യോഗേട്ടാണ്. ഇനി ഗ്രീക്ക് യോഗേട്ട് കയ്യിലില്ല എങ്കിൽ സാധാരണ യോഗേട്ട് ഇട്ട് കൊടുത്താലും മതി. മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഹണിയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡെസേർട്ട് തയ്യാറായി. ബോഡി കൂളാക്കാനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതെല്ലാം തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്